മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നല്ലേ? ജിമ്മിൽ പോകുന്നു, യോഗ ചെയ്യുന്നു, അങ്ങനെ പലതും. എന്നാൽ കൃഷി ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? കൃഷി ഒരു ചികിത്സ കൂടെയാണ്. ഇത്തരത്തിൽ കൃഷിയിലൂടെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ VP സുനിൽ, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകനാണ്. കഴിഞ്ഞ 11 വർഷമായി കാർഷിക മേഖലയാണ് എൻ്റെ ജീവിതവും എൻ്റെ മുഖ്യ വരുമാനവും. 2013 എനിക്കൊരു നെഞ്ചുവേദന ഉണ്ടാകുന്നു. ആ നെഞ്ചുവേദനയുടെ തുടർ ചികിത്സയുടെ ഭാഗമായി ആൻജിയോപ്ലാസ്റ്റിന് വിധേയമാകുന്നു. ശരീരത്തിൽ 3 ബ്ലോക്കുകളുണ്ടായിരുന്നു. ആ ബ്ലോക്കുകളെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കയർ മേഖലയും നിർമ്മാണ മേഖലയും തൊഴിലിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഏത് മേഖല പിന്നെ തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് കാർഷിക മേഖലയെക്കുറിച്ച് മനസ്സിൽ ചിന്ത വരികയും അങ്ങനെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വന്നത്. ഇപ്പോൾ കാർഷിക മേഖല വന്നതിന് ശേഷം ഇപ്പോൾ 10 വർഷക്കാലമായി കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ട്, കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉപരി നമ്മൾ ചെടികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, പച്ചക്കറി തോട്ടത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. കൃഷിയോട് ഇങ്ങനെ ഇണങ്ങിച്ചേർന്ന് നിന്നപ്പോൾ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ അസുഖം പമ്പ കടന്നു എന്നുള്ളതാണ് വസ്തുത. എന്നോട് ഡോക്ടർമാർ ആദ്യം നിർദ്ദേശിച്ചത് ഒരുപാട് കട്ടിയുള്ള പണികളൊന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. കട്ടിയുള്ള പണി വെച്ചാൽ കോടാലി കൊണ്ട് വെട്ടരുതും അല്ലെങ്കിൽ തൂമ്പാവ് എടുത്ത് വെട്ടരുത് എന്നൊക്കെയായിരുന്നു അവർ നിർദ്ദേശമായിട്ട് വെച്ചത്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, കോടാലി എടുത്ത് വെട്ടുന്ന ജോലി മാറ്റി വെച്ചാൽ തലച്ചുമടെടുക്കുന്ന നന്നായിട്ട് തൂമ്പപ്പണി ചെയ്യും, മറ്റ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ജോലികളെല്ലാം നമ്മൾ ചെയ്യും. എന്ന് പറഞ്ഞാൽ കൃഷിയിൽ വന്നപ്പോൾ എൻ്റെ ആരോഗ്യത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ശാരീരികമായിട്ടുള്ള വിഷമതകളെല്ലാം മാറി എനിക്ക് ഇപ്പോൾ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു കർഷകനായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഞാൻ ഏതാണ്ട് 25 ഏക്കർ വരെ കൃഷി ചെയ്ത സമയമുണ്ട്. ഇപ്പോൾ അത്രയില്ല, 10 ഏക്കറിന് പറ്റിയായി നിൽക്കുകയാണ്. കാരണം പാടത്ത് വെള്ളമായി പറമ്പിലാണുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവിടെ എല്ലായിടത്തും ഓടി നടന്ന് കൃഷി ജോലികൾ ചെയ്യുക, വിളവെടുപ്പെടുക്കുക, കൃഷിക്കാവശ്യമാകുന്ന എല്ലാ തരത്തിലുള്ള പരിചരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉണ്ടായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല. ഒരിക്കലും ഒരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഞാൻ രോഗിയാണെന്നൊരു ചിന്ത ഒരിക്കലും വരരുത്. ഇപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നമ്മുടെ തോട്ടത്തിൽ ഇവിടെ ബന്ദിത്തോട്ടമാണ്. ഈ ബന്ദിത്തോട്ടത്തിൽ മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, അതോടൊപ്പം വൈറ്റ് ഉണ്ട്, പിന്നെ വാടാമുല്ലയുണ്ട്, പിന്നെ സൂര്യകാന്തി. അപ്പോൾ ഇതെല്ലാം വിടർന്ന് വരുമ്പോൾ ഓരോ ചെടിയിൽ ആ പൂക്കളെ നമ്മൾ ഭംഗി ആസ്വദിക്കുക, ആ ചെടിയോട് ചേർന്ന് നിന്ന് ഇണങ്ങി ചേരുക, ഒരു ഫോട്ടോ എടുക്കുക, ഫേസ്ബുക്കിലിടുക, വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇതൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ വേറെ ഒരു മേഖലയിലും കിട്ടത്തില്ല. നമ്മളാരും ഇതിൻ്റെ ജോലി ചെയ്യണമെന്ന് വേണ്ടി വന്നവരല്ല. നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് എന്നെ ഈ മേഖലയെ കൊണ്ടുവന്നത്. ഞാനൊരിക്കലും കർഷകനാകുമെന്നോ അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് എൻ്റെ ജീവിതമെന്നോ ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല. ഒരു മാർഗ്ഗം എന്നത് എൻ്റെ ഭാര്യ രോഷ്ണിയുടെയും കൂടി നിർദ്ദേശാനുസരണമാണ് കൃഷിയിലേക്ക് ഇറങ്ങണം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ 50 സെൻറ്റ് സ്ഥലത്താണ് കൃഷി ചെയ്തത്. 50 സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്തപ്പോൾ കിട്ടിയ വരുമാനവും അത് കിട്ടിയ സന്തോഷവുമാണ് ഞാൻ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാർഷിക വൃത്തിയാക്കി ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. രണ്ടായിരത്തി 2024 ഞങ്ങൾ കുട്ടികൾ ജനിക്കുന്നത്. 2020 ഇപ്പോൾ 25ആയി, 5 വർഷമായിട്ടുള്ള കുട്ടികൾ. 24 വർഷം നമുക്ക് കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടികളുണ്ടാകുന്നത്. വലിയ വിദഗ്ധമായിട്ടുള്ള ചികിത്സ നടത്തേണ്ടി വന്നു. ലക്ഷങ്ങളാണ് ഇതിലോട്. ആ ലക്ഷങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഈ കാർഷിക മേഖലയിൽ നിന്നാണ്. പയർ പറിച്ചും പാവൽ പറിച്ചും വെണ്ട നുള്ളിയും പച്ചമുളക് കണ്ടൊക്കെയും പൂക്കൃഷി ചെയ്തും തണ്ണിമത്തനൊക്കെ ചെയ്തും കിട്ടിയ സ്വരൂപിച്ച് വെച്ച പണം കൊണ്ടാണ് ഞങ്ങൾക്ക് 2 കുട്ടികളെ ഇന്ന് ലഭിച്ചത്. അപ്പോൾ കാർഷിക മേഖല ഇന്നൊരിക്കലും നഷ്ടമല്ല. യുവാക്കൾ കാർഷിക മേഖലയിൽ വന്നു വരുമ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏത് മേഖല തിരഞ്ഞെടുക്കാൻ മുന്നോട്ട് പോകുമ്പോഴും മനസ്സ് തന്നെ മണ്ണിനെ സ്നേഹിച്ച് പണിയെടുക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും കാർഷിക മേഖല നിന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി പുതുതലമുറ രംഗത്ത് വരണമെന്നുകൂടിയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. സുനിലിൻ്റെ അനുഭവം കേട്ടില്ലേ? കൃഷി മനുഷ്യ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അനവധിയാണ്. അമേരിക്കയിൽ അമേരിക്കൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അസോസിയേഷൻ എന്നൊരു സംഘടന ഇതിനെക്കുറിച്ച് നിരവധി ഗവേഷണ പഠനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷമുള്ള പച്ചക്കറികൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല കൃഷി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്ന ഒരു പ്രവൃത്തിയായി കൂടി നാം കൃഷിയെ കാണേണ്ടതുണ്ട്.